ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൃഷിയും പിന്നെ നമുക്ക് കണ്ണിന് കാണാനായിട്ട് സന്തോഷം നൽകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് എൻ്റെ നാട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ ഞാൻ. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ മാള എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ ഇടയ്ക്ക് പോകും. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കൂടുതൽ കാണാൻ പറ്റുക കേട്ടോ. നമ്മുടെ സിറ്റിയിൽ നിന്നൊക്കെ മാറിപ്പോയി കുറച്ചും കൂടി ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പോകേണ്ടി വരും. അപ്പോൾ എൻ്റെ അമ്മയും വല്യമ്മയൊക്കെയാണ് കേട്ടോ ഇതിലുള്ളത്, വീഡിയോയിലുള്ളത്. അപ്പോൾ അമ്മ ചെറുതായിട്ട് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് പയർ കൃഷിയും കൂർക്ക, കുറച്ച് സ്ഥലം നമ്മുടെ സ്വന്തം സ്ഥലമൊന്നുമല്ല കേട്ടോ, അമ്മ റെൻറ്റിന് എടുത്തിരിക്കുകയാണ്. അങ്ങനെ അവിടെ കുറച്ച് കൃഷിയൊക്കെ അമ്മ ചെയ്യും. അമ്മയ്ക്ക് ഇങ്ങനെ കൃഷിയൊക്കെ തന്നെ ചെയ്ത് വിളവെടുപ്പൊക്കെ എടുത്ത് ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ പ്രാവശ്യവും അമ്മ ചെയ്യുന്നതാണ് ഇതൊക്കെ. ചെണ്ടുമല്ലി കൃഷിയൊക്കെ അമ്മ ചെയ്യാറുണ്ട് കേട്ടോ, ഈ ഓണം സീസണും ഒക്കെ ആകുമ്പോഴത്തേക്കും. അപ്പോൾ കുട്ടികളൊക്കെ കൃഷിയിടത്തിലൊക്കെ പോയി ഓടിക്കളിക്കുകയും എന്താ ചെയ്യണേന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. ഞാനും അവിടെ നിൽക്കുന്നുണ്ട്, ഞാൻ വീഡിയോ പിടിക്കുകയാണ്. അപ്പോൾ എപ്പോൾ ചെന്നാലും അമ്മ എനിക്ക് തന്ന് വിടും കേട്ടോ. കുറച്ച് നാടൻ പയറൊക്കെ അമ്മ എനിക്ക് തന്ന് വിടാനായിട്ട് പറിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ വെണ്ട കൃഷിയുണ്ട്, പിന്നെ ചെണ്ടുമല്ലി കൃഷിയുണ്ട്, പിന്നെ കുറച്ചങ്ങ് നീങ്ങിയിട്ട് കൂർക്കയും നട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് സ്ഥലത്ത് തന്നെ ഇത്രയും കൃഷികളൊക്കെ അമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് എങ്കിലും നമ്മൾ വിഷമില്ലാത്തയും എന്താ പറയുക, നല്ല പച്ചക്കറികളൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലട്ടെ എന്ന് വെച്ചിട്ടാണ് അമ്മ ഇത് നമുക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ചൊക്കെ അമ്മ പറിച്ചു തരാം കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പേരിങ്ങനെ നടന്ന് നോക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് നട്ടേക്കണേന്നൊക്കെ. കുട്ടികൾക്കൊക്കെ ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ, ഇങ്ങനെ കൃഷിയിൽ അതൊക്കെ ഉണ്ട്, വിളവെടുക്കുന്നതും ഉണ്ടാവുന്നതൊക്കെ അവർക്ക് കാണാനായിട്ട് കൗതുകമുള്ള കാഴ്ചകളാണതൊക്കെ. അപ്പോൾ അങ്ങനെ അവരൊക്കെ അത് സെർച്ച് ചെയ്ത് നടക്കുകയാണ് കേട്ടോ, എന്തൊക്കെയാണ് അവിടെ നട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ കൂർക്ക ഇപ്പോൾ ആയിട്ടില്ല കേട്ടോ, കൂർക്ക ആവാറായിട്ടില്ല. അച്ചിങ്ങയാണ് നമ്മളിപ്പോൾ പറിച്ചെടുക്കുന്നത് കേട്ടോ അമ്മ. അപ്പോൾ അച്ചിങ്ങയൊക്കെ പറിച്ച് അമ്മ എനിക്ക് തരാനായിട്ട് പോവാണ്. പിന്നെ ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒരു ഉച്ച തിരിഞ്ഞ സമയത്താണ് നമ്മൾ അങ്ങോട്ട് ചെന്നത്. എന്തായാലും പോകുന്ന വഴിയാണ് നമ്മൾ. അപ്പോൾ അവിടെയുള്ള കുറച്ച് കൃഷി ഐറ്റംസൊക്കെ എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നുള്ളൊരു പ്ലാനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നടക്കാൻ എനിക്കും കുറച്ച് പേടിയാണ്. കാരണം ചിലപ്പോൾ നല്ല പാമ്പൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പാമ്പിനെയൊക്കെ അമ്മ കാണാറുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ടും സംസാരിക്കുന്നതുകൊണ്ടൊക്കെ അതൊക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ദൂരോട്ട് പോയിട്ടുണ്ടാവുമായിരിക്കും. അധികം കാട് പിടിച്ചിരിക്കുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ ഈ പയർ കൃഷിക്കൊക്കെ നമ്മൾ ഈ ചാണകമുണ്ട് യൂസ് ചെയ്യുന്നത്. ചാണകം കലക്കിയുള്ള വെള്ളമൊക്കെ അതിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താ പറയുക, കൂടുതലും ജൈവമായിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ചെറിയ രീതിയിലുള്ള കൃഷിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ, അത് ഏതൊക്കെ കൃഷിയാണെന്നും. പിന്നെ കൂടുതൽ കൃഷീനെ പറ്റിയിട്ടുള്ള സജഷൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ കൂടുതലും ഈ ഒരു കൃഷിയിടം കാണാൻ വരുന്നത് തന്നെ നമുക്ക് ഇതൊക്കെ കാണാൻ വളരെ ഇഷ്ടമാണ്. നമ്മുടെ ഈ തിരക്കുള്ള ലൈഫിൽ കുറച്ച് നേരമൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിനൊക്കെ ഒരു ആശ്വാസമാണ് നമുക്ക് കിട്ടുക. ഡെയിലി നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ടും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് വളരെ വിരളമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇടയ്ക്കൊരു സൺഡേക്ക് കിട്ടിയാലും നമ്മളൊന്ന് പുറത്ത് പോയാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോകാറില്ലല്ലോ. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ എൻ്റെ നാട്ടിൽ പോകാനും ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാനും. ഈ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. മനസ്സിന് കുറച്ച് റിലീഫ് കിട്ടുന്ന കാഴ്ചകളാണിതൊക്കെ. നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ കൊണ്ട് ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്ക് ഇറങ്ങുന്നത് നല്ലതാണ് കേട്ടോ. കാരണം അവർക്കും ഒരു ഇത് കിട്ടും, ഇങ്ങനെയുള്ള പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സൊന്ന് റിലീഫായിട്ട് കിട്ടും കുറച്ച് നേരത്തേക്കെങ്കിലും.
അപ്പോൾ അമ്മ പുറമെ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അതിനിടയിലും ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട് അമ്മ ടൈം കണ്ടെത്തുന്നുണ്ട് കേട്ടോ. എനിക്ക് തന്നെ അമ്മയെ പറ്റി വളരെ അഭിമാനം തോന്നും ചില സമയത്തൊക്കെ. എന്താ പറയുക, മൾട്ടി ടാലൻറ്റഡ് ആയിട്ടാണ് അമ്മ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അമ്മയുടെ അത്രയും കഴിവൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അമ്മേനെ പറ്റിയിട്ട് എനിക്ക് വളരെ പ്രൗഡായിട്ട് പറയാവുന്ന കാര്യങ്ങളാണിതെല്ലാം. കുറേയൊക്കെ നമ്മൾ അമ്മമാരിൽ നിന്നാണല്ലോ പഠിക്കുക. അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. എനിക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് ഞാനല്ലല്ലോ പറയുക. അതുകൊണ്ട് ഞാൻ എന്നെപ്പറ്റി ഒന്നും ഇവിടെ പറയുന്നില്ല. എന്തായാലും നമ്മുടെ ലൈഫിൽ ഓരോ റോൾ മോഡൽസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ റോൾ മോഡൽ എന്തായാലും എൻ്റെ അമ്മ തന്നെയാണ്. കാരണം ഒരു നേരം അങ്ങനെ അമ്മ റെസ്റ്റ് എടുക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യാറുണ്ട്, ഏർപ്പെടാറുണ്ട്. അതിപ്പോൾ ഓരോ പരിപാടിയായാലും എന്താ പറയുക, കലാപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അമ്മയ്ക്കുണ്ട് കേട്ടോ. മോണോ ആക്ട്, മിമിക്രി അതൊക്കെ അവതരിപ്പിക്കും. അതിൻ്റെ ഇടയിൽ വീട്ടിലെ കാര്യങ്ങളും പിന്നെ പുറമേ പണിയുണ്ടെങ്കിൽ പണിക്കും പോവും. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ ചെറിയ കൃഷിയൊക്കെ ചെയ്യും. അങ്ങനെ വീട്ടിൽ തന്നെ ഒത്തിരി കാര്യങ്ങളൊക്കെ നട്ടുണ്ടാക്കാനായിട്ട് അമ്മ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൂർക്ക കൃഷി. കൂർക്ക കൃഷിയൊക്കെ ഇങ്ങനെയൊക്കെ കൂർക്ക നട്ട് ഉണ്ടാവുമെന്നൊക്കെ തന്നെ എനിക്ക് അത്ഭുതമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മയുടെ കൂർക്ക കൃഷി കേട്ടോ. കൂർക്കയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കൂർക്ക കൃഷിയും നന്നായിട്ട് തന്നെ അമ്മ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൂർക്കയൊക്കെ ഉണ്ടായിട്ട് വേണം എനിക്കത് പറിക്കാനായിട്ട് പോകാനായിട്ട്. ഇതുപോലെ അമ്മ ഉണ്ടാക്കുന്നതെല്ലാം കൊണ്ടുപോകാനാണ് എനിക്കൊരു യോഗം. അപ്പോൾ ഉണ്ടായി കഴിയുമ്പോൾ അമ്മ എന്തായാലും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്താ പറയുക, വണ്ടി നിറച്ച സാധനങ്ങളായിരിക്കും നമുക്ക് തന്നുവിടാം. അവിടെ ഉള്ളതെല്ലാം വാരിക്കെട്ടി തന്നുവിടുന്നൊരു പ്രകൃതമാണ് കേട്ടോ. അതെല്ലാ മക്കളുടെയും അമ്മമാരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷിയിടം. അപ്പോൾ അച്ചിങ്ങയൊക്കെ കിള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിയാറായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് അറ്റത്തോട്ടൊന്നും അങ്ങനെ കൃഷിയില്ല കേട്ടോ. അവിടെയൊക്കെ ഇങ്ങനെ വെറുതെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. ഇതിൽ ഈ റോഡ് സൈഡിൻ്റെ ഒരു ഇത്തിരി ഭാഗം മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് കേട്ടോ. കുറച്ച് നമുക്ക് ആവശ്യത്തിന്, വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള കൃഷിയും ചെയ്യുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് കുറച്ച് കിട്ടുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ കുറച്ച് പേർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അച്ചിങ്ങയൊക്കെ ഇത്രയും പറിച്ചിട്ടുണ്ട്. റെഡ് കളറും ഉണ്ട്, നമ്മുടെ പച്ച കളർ പയറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും എനിക്ക് കൊണ്ടുപോകാനായിട്ട് അമ്മ പറിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കൃഷിയിടത്തിലെ കാഴ്ചകൾ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നമ്മുടെ ചാനൽ കാണാത്തവരൊക്കെ ഒന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.